നമ്മളെ ഫോണിലുണ്ടല്ലോ ചില ആളുകൾക്ക്. എന്നോടൊരാൾ നാൾ ചോദിച്ചു, ഹലോ ഈ സൗണ്ട് പരിചയമല്ലേ ചോദിച്ചു. ആ മുഖ്യമന്ത്രി അല്ലേ എന്ന് ചോദിച്ചാൽ, അല്ലാതെ പിന്നെ ഭാര്യ നമ്മൾ ചോദിക്കണ്ട് അല്ലേ? എല്ലാവർക്കും പരിചയമുള്ള സൗണ്ടും മറ്റുമൊക്കെ അത് അങ്ങനത്തെ ആൾക്കാർ തന്നെ. ഒരു ഫോൺ ചെയ്യുന്നവൻ്റെ മര്യാദ മനസ്സിലായോ എന്ന് ചോദിക്കലല്ല. നമ്മൾ കേൾവിക്കാരൻ. ഞാൻ ഫോൺ എടുക്കുന്നത് എവിടുന്നാ? ഇവിടെ ഇപ്പം നിങ്ങളെ ഈ പ്രദേശത്തു നിന്നാണ്. എന്നെ വിളിക്കുന്നത് എവിടുന്നാ? 355 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിക്ക്, നാട്ടിക്ക്. അവിടുന്ന് ഒരാൾ ഫോൺ ചെയ്തു, ഹലോ എന്നെ മനസ്സിലായോ? ഞാനിവിടെ വയലിൻ്റെ സ്റ്റേജിലാണോ? ഞാനിവിടെ വേറെന്തെങ്കിലും ചുറ്റുപാട്ടിലാണ്? ഇതൊന്നും അറിയാം. മനസ്സിലായോ? എന്നാൽ ഈ സൗണ്ട് ആരുതാന്നൊന്ന് പറയും. അപ്പം പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണില്ലേ എന്ന് ചോദിച്ചാൽ വേഗം പറഞ്ഞോളൂ. ഒരിക്കലും മര്യാദയല്ലാതെ ഏതൊരാളെ വിളിച്ചാലും ഹലോ അസ്സലാമു അലൈക്കും, ഞാൻ കൂറ്റമ്പാറ ഉസ്താദ് എന്ന് ആദ്യം തന്നെ ഫ്രം അഡ്രസ് അങ്ങോട്ട് പറയണം. അല്ലാതെ പറയാതെ ആളെങ്ങനെ സ്വീപ്പാക്കി എന്നെ മനസ്സിലായോ എന്നാ ഒന്ന് പറഞ്ഞാണ്. ഞാനൊക്കെ ഇങ്ങനെ എല്ലാവരും കാണുന്ന ആളെ, എവിടുന്ന് ഒരാളെ കണ്ടാലും അസ്സലാമു അലൈക്കും, തന്നെ അല്ലേ? അവിടെ തന്നെ അല്ലേ ഇപ്പം? എവിടെ? പിന്നെ അയാൾ ഇങ്ങോട്ട് നമ്മൾ സ്വീപ്പാക്കുക എവിടെ? അതിനൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ആവശ്യം പറയല്ലേ വേണ്ടത്. ഹലോ എന്നെ മനസ്സിലായോ? ഫോണിൽ. അതേപോലെ തന്നെ ചില ആളുകൾ മരിച്ചാൽ സക്കറാത്ത് കിടക്കാണ് അയാളോട് എന്നിട്ട് നിങ്ങൾ ഞാൻ അറിഞ്ഞോ? അതൊന്നും ചോദിക്കേണ്ട സമയമല്ല. പിന്നെന്താ വേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളവിടെ ചൊല്ലിക്കൊടുക്കുക. അതേപോലെ തന്നെ നല്ലോണം ദ്വാർന്നു കൊടുക്കുക. ഇതൊക്കെയാണ് മര്യാദ. കേൾവി ശക്തി ഇങ്ങനെ നിലനിൽക്കും. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേൾവി ശക്തി നിലനിൽക്കുന്ന കാലത്തെല്ലാം ഏറ്റവും കൂടുതൽ കേട്ടത്, പിന്നെ സംസാരശേഷി വന്നു. ഭൂമിയിൽ പിന്നെ ഏത് വന്നു? സംസാരശേഷി വന്നു. സംസാരശേഷി വരുമ്പോൾ ഉമ്മമാരെ, നിങ്ങൾ ഓരോ പ്രാവശ്യം അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോഴും ബിസ്മില്ലാ അൽഹംദുലില്ലാ, കുഞ്ഞുങ്ങളെങ്ങനെ തൊട്ടിലിട്ടുകൊണ്ട് താരാട്ട് പാടി ഉറക്കുമ്പോൾ പഴയ ഉമ്മമാര് വീട്ടിലുണ്ടെങ്കിൽ അവരിങ്ങനെ ചൊല്ലും നല്ല താളത്തിൽ. നല്ല താളത്തിൽ ആദ്യം നമ്മൾ പാട്ട് കേട്ടത് ഉമ്മയിൽ നിന്നാണ്. ഉമ്മയുടെ നല്ല ശ്രവണ സുന്ദരമായ ഗാനം എന്തൊരു രസമാണ്. കമ്മിഞ്ഞപ്പാല് കുടിച്ചിട്ട് ആ തൊട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ പാടി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തൊരു രസമുള്ള പാട്ടാ, എത്ര സന്തോഷമുള്ള പാട്ടാ. അതിങ്ങനെ കേട്ടിട്ട് കുട്ടി ഇങ്ങനെ ഉറങ്ങി. ഉമ്മമാർക്കാണെങ്കിൽ ഭയങ്കര ലാഭമായി. എന്താ കാരണം? മൻഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു 70,000 മറത്തിൻ നജ്ജാഹു. ജീവിതകാലത്ത് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിച്ചത്, അവരെ ശരീരത്തിലേക്ക് നരകത്തിന്റെ പുക പോലും വരൂല. അവരെ ഖബറിലേക്ക് നരകത്തിന്റെ പുക കടക്കുകയില്ല. അത്ര സംരക്ഷണമാണ്. എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ്? 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാന്മാരൊക്കെ നിങ്ങൾ നോക്കണം. നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന മടവൂർ ശൈഖുന എത്ര 70,000 ചൊല്ലി, എത്ര 70,000 ചൊല്ലി, കണക്കല്ലാത്ത. ഒരു 70,000 ചൊല്ലി അടുത്ത 70,000, അടുത്ത 70,000, അടുത്ത 70,000. അല്ലാ, അവരുടെ മുരീദുണ്ടായിരുന്നു അടുത്ത കാലത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട കളന്തോട് അബ്ദുൽ കരീം മുസ്ലിയാർ. ഞാനും അദ്ദേഹവും 10 പ്രാവശ്യം ഒരുമിച്ച് ഹജ്ജിന് പോയിട്ടുണ്ട്. കഅബ ശരീഫിനെ നോക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 70 പ്രാവശ്യം 70,000 ചൊല്ലി. ഒരു 70,000 ചൊല്ലി, പിന്നെ 70,000, അത് ചൊല്ലി, പിന്നെ 70,000, പിന്നെ 70,000. അങ്ങനെ എത്ര 70,000? 70,000. യാ റബ്ബ്. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് ഇ.കെ. മുഹമ്മദ് ദാരിമി, അല്ലാഹു ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ കുടുംബം തന്നെ ദിക്റിന്റെ ആളുകളാണ്. അവരുടെ വാപ്പ ഉമർ ഹാജി, ദാരിമി ഉസ്താദിന്റെ അനുജൻ ഹുസൈൻ മുസ്ലിയാർ, അവരുടെ അനുജൻ ബാബ മുസ്ലിയാർ, ഒക്കെ ദിക്റിന്റെ ആൾക്കാർ. എങ്ങനെ ദിക്റ്? നമ്മളെ മാതിരി 10 ചെല്ലുന്ന പതിവല്ല. അവരെ ദിക്റിലൊന്നും ഏതില്ല, 33, 11 ഒന്നുമില്ല. ഒക്കെ 313 തുടങ്ങുന്നതിൻ്റെ ഉള്ളു. പടച്ചോനെ, ദിക്റ് ചൊല്ലിയാൽ മടുപ്പില്ലാത്ത ആളുകൾ എത്ര ചൊല്ലി അവരൊക്കെ. നമ്മളിപ്പോ അതിന് ചെല്ലലുണ്ടോ? നമ്മൾ മരിച്ചാൻ കാത്തേക്ക് ആരെങ്കിലും ചൊല്ലിക്കോളും എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ കണ്ടോ? അത് മരണ വീട്ടിൽ ഇങ്ങനെ മുത്താലിമ്യങ്ങളും എല്ലാവരും വന്നിട്ട് ഒരു 70,000 ചെല്ലൽ ഇവിടെ ഉണ്ടോ?
ഇവർ ചെല്ലുന്ന വിചാരിച്ചിട്ട് കാത്തു നിൽക്കേണ്ട, ജീവിതകാലത്ത് ചൊല്ലിക്കോളി. ഇപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിക്കാണ്, പുതിയ തലമുറയൊക്കെ. തൗബ ചെയ്യാനൊന്നും ഇപ്പോൾ ആൾക്കാരെ വെച്ചിട്ട് കാര്യമില്ല. എന്താ, അത് മരിച്ചാൽ ഉസ്താദ് തൗബ ചെയ്തോളും. അതേതാ തൗബ? ഉസ്താദേ, മയ്യത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദ്മാർക്കൊരു തൗബ ഉണ്ട്. ഇവിടെയൊക്കെ അല്ലേ അത് നല്ല തന്നെയാണ്, ഞാനും ചെയ്യാറുണ്ട്, വേണ്ട തന്നെയാണ്, നല്ല കാര്യമാണ്, നല്ല സമയമാണ്. അപ്പോൾ നസീഹത്തിന് 10 മിനിറ്റിന്. അപ്പം എന്താ പറഞ്ഞത്, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ജനാസ ഇത് നമ്മുടെ പിലാക്കൊമ്പത്തെ ചേക്കുട്ടി എന്ന ആളുടേതാണ്. ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ ഈസ്റ്റ് വെസ്റ്റ് നടന്നിരുന്ന ആളാണ്. ഇയാൾ നമ്മളുമായിട്ട് അത്രയധികം ബന്ധപ്പെട്ട് നിന്നതാണ്. ഇയാളുമായി ആർക്കെങ്കിലും പൊരുത്തപ്പെടാത്ത വാക്കടപാടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളൊക്കെ അള്ളാഹിനെ വിചാരിച്ച് പുറത്തു കൊടുക്കണം. അപ്പം നമ്മളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടു എന്ന് കരുതുക അല്ലേ. അങ്ങനെ രണ്ടാമതൊരു പാർട്ട് പറയലുണ്ട്. അതെന്താ, ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ, ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഒരു പള്ളിയിൽ ഇൻ്റെ മാതിരി ഒരു സാധു മൊയ്ലാർ വന്നതാണ്. അയാളവിടെ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ മുഹമ്മദ് അലി, ഓൻ്റെ വാപ്പയാണ് മരിച്ചത്. അപ്പം മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മരണപ്പെട്ട വാപ്പാക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലി ഉണ്ട്, അവനോട് ചോദിക്കണമെന്നോ. അപ്പം രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു, മുഹമ്മദ് അലി അവൻ തരാനുള്ളത് തന്നാൽ മതിയെന്ന് പറഞ്ഞു. വാപ്പാൻ്റെത് പിന്നല്ലേ. ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത്, മുഹമ്മദ് അലിനെ കണ്ട് മരിച്ചാൽ നിൽക്കണ്ട. നമ്മളെ ഹയാത്ത് കാലത്ത് വല്ല ഖൈറും ചെയ്യാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്തോളി. മുഹമ്മദ് അലി ചെയ്തെങ്കിൽ ചെയ്ത്, മനസ്സിലായോ?